സുഹൃത്തുക്കളെ, അമേരിക്കയും ഇസ്രയേലും ഇറാനെതിരെ നടത്തിയ യുദ്ധം ആരംഭിച്ചതിനു ശേഷം ഏഷ്യയിലെ പല രാജ്യങ്ങളുടെയും കറൻസികൾ ഡോളറിനെതിരെ ഗണ്യമായി ഇടിഞ്ഞിട്ടുണ്ട്. അവയിൽ ഇന്ത്യൻ രൂപയാണ് ഏറ്റവും മോശം പ്രകടനം കാഴ്ചവെച്ചത്. ഫെബ്രുവരി 27-ന് $1 91.01 രൂപയായിരുന്നുവെങ്കിൽ മാർച്ച് 28-ന് അത് 94.86 രൂപ വരെ താഴ്ന്നു. ഈ ഇടിവിന് കാരണം വ്യക്തമാണ്. ഇന്ത്യ വലിയ തോതിൽ എണ്ണയും വാതകവും ഇറക്കുമതി ചെയ്യുന്ന രാജ്യമാണ്. ഇതിൽ വലിയൊരു പങ്ക് ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് വരുന്നത്. ആ കടലിടുക്ക് അടയ്ക്കുകയോ തടസ്സപ്പെടുകയോ ചെയ്താൽ ഇന്ത്യക്ക് ഈ വിഭവങ്ങളുടെ ലഭ്യത കുറയും. അതോടൊപ്പം ഇന്ത്യയുടെ ബാഹ്യ വ്യാപാര നില ക്ഷീണിക്കുകയും രൂപയുടെ മൂല്യം താഴുകയും ചെയ്യും. ഇതോടൊപ്പം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നിലനിർത്താൻ സഹായിച്ചിരുന്ന വിദേശത്തു നിന്നുള്ള പണമൊഴുക്ക് കുറഞ്ഞതും ഒരു കാരണമാണ്. ഇന്ത്യയുടെ കറണ്ട് അക്കൗണ്ട് പെട്ടെന്ന് മോശമായി മാറിയെന്നല്ല കാര്യം. 3 ആഴ്ചയുടെ യുദ്ധം മാത്രം ഇത്ര വലിയ മാറ്റം വരുത്തില്ല. എന്നാൽ ഭാവിയിൽ അവസ്ഥ മോശമാകും എന്ന പ്രതീക്ഷയാണ് പ്രശ്നം സൃഷ്ടിച്ചത്. ആഗോള നിക്ഷേപകർ അവരുടെ പണം ഇന്ത്യയിൽ നിന്ന് പിൻവലിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് രൂപയുടെ മൂല്യം താഴുന്നത്. ഇവിടെ ഒരു വൈരുദ്ധ്യമുള്ള അവസ്ഥ കാണാം. അമേരിക്ക തന്നെ യുദ്ധത്തിൽ പങ്കാളിയായിരിക്കുമ്പോഴും ലോകം ഡോളറിനെ സുരക്ഷിത കറൻസിയായി കാണുന്നു. അതിനാൽ നിക്ഷേപകർ ഡോളറിലേക്ക് ഒഴുകുന്നു. ഇതോടെ ഒരു വിചിത്ര സാഹചര്യം ഉണ്ടാകുന്നുണ്ട്. എണ്ണയുടെ വില ഉയരുമ്പോൾ ഡോളറിൻ്റെ മൂല്യം എണ്ണയ്ക്കെതിരെ കുറഞ്ഞാലും മറ്റ് രാജ്യങ്ങളുടെ കറൻസികൾ ഡോളറിനെതിരെ കൂടുതൽ താഴുന്നു, പ്രത്യേകിച്ച് ഗ്ലോബൽ സൗത്തിലെ രാജ്യങ്ങൾ. ഇതിൻ്റെ പ്രധാന ഫലമാണ് പണപ്പെരുപ്പം. കറൻസി മൂല്യം താഴുമ്പോൾ ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങളുടെ വില കൂടും. ഈ വില വർധന സാധാരണ ജനങ്ങൾക്ക് ബാധകമാവും. ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ പണപ്പെരുപ്പം 2 വഴികളിലൂടെ വരുന്നു. ഡോളറിലെ എണ്ണവില നേരിട്ട് ഉയരുന്നത്, രൂപയുടെ മൂല്യം താഴുന്നതിനാൽ മറ്റ് ഇറക്കുമതി സാധനങ്ങളുടെയും വില കൂടുന്നത്. ഇതിനെ ഇൻഫ്ലേഷൻ മൾട്ടിപ്ലയർ എന്ന് പറയാം. ഉദാഹരണത്തിന് എണ്ണവില 10% ഉയർന്നാൽ അമേരിക്കയിൽ 5% പണപ്പെരുപ്പം ഉണ്ടായേക്കാം. പക്ഷേ ഇന്ത്യ പോലുള്ള രാജ്യങ്ങളിൽ അത് 5%-ന് മുകളിലായിരിക്കും. രൂപയ്ക്കെതിരെ വലിയ തോതിൽ അനിശ്ചിതത്വം നിലനിൽക്കുന്നതിനാൽ ഇന്ത്യൻ റിസർവ് ബാങ്ക് വലിയ ഇടപെടലുകൾ നടത്തിയിട്ടും രൂപയുടെ ഇടിവ് തടയാനായില്ല. ഏകദേശം $20 ബില്യൺ വരെ ചെലവഴിക്കുന്നുണ്ടെന്നാണ് റിപ്പോർട്ടുകൾ. എന്നിരുന്നാലും രൂപയുടെ ഇടിവ് തുടർന്നു. ഇടപെടൽ ഇല്ലായിരുന്നുവെങ്കിൽ ഇടിവ് കൂടുതലായേനെ. പക്ഷേ നിലവിലുള്ള ഇടിവ് തന്നെ നിക്ഷേപകരുടെ ഭയം എത്ര ശക്തമാണെന്ന് കാണിക്കുന്നു. ഈ അനിശ്ചിതത്വം ഇറാൻ യുദ്ധത്തിന് മുമ്പേ തുടങ്ങിയിരുന്നു. ജനുവരി 1-ന് 89.94 രൂപയായിരുന്നു ഡോളർ. ഫെബ്രുവരി 27-ന് 91.01 അതായത് രൂപ ഇതിനകം തന്നെ താഴ്ന്നുകൊണ്ടിരുന്നു. ഇപ്പോൾ യുദ്ധം മൂലം എണ്ണവില കൂടുകയും ഡോളറിലേക്ക് പണം ഒഴുകുകയും ചെയ്തതോടെ ഈ ഇടിവ് കൂടുതൽ വേഗതയിലായി. വിദഗ്ധർ പറയുന്നത് രൂപ 95 രൂപയ്ക്ക് താഴെയാകും എന്നതാണ്. ഇന്ത്യക്ക് $700 ബില്യൺ വിദേശ നാണയ ശേഖരം ഉണ്ടായിട്ടും ഇവിടെ ഒരു പ്രധാന ചോദ്യം ഉയരുന്നു. ഇത്രയും വലിയ റിസർവ് ഉണ്ടായിട്ടും എന്തുകൊണ്ട് രൂപയെ രക്ഷിക്കാൻ കഴിയുന്നില്ല? കാരണം നിക്ഷേപകർക്ക് രൂപയുടെ മൂല്യം ഇനിയും താഴുമെന്ന് തോന്നിയാൽ അവർ പണം പിൻവലിക്കും. അപ്പോൾ സർക്കാർ റിസർവുകൾ ഉപയോഗിച്ചാലും അത് ഇനിയും രൂപയുടെ വില താഴുന്നതിന് കാരണമാകും. അതിനാൽ കേന്ദ്ര ബാങ്ക് പോലും റിസർവുകൾ ഉപയോഗിക്കാൻ മടിക്കും. അതായത് വലിയ റിസർവ് ഉണ്ടായാലും അത് കറൻസിയുടെ മൂല്യം നിലനിർത്താൻ എല്ലായ്പ്പോഴും സഹായിക്കില്ല. ഇത് പ്രധാനമായും കടമടയ്ക്കാനും ഇറക്കുമതി ചെലവുകൾ നിറവേറ്റാനും സഹായിക്കും. ഇതോടൊപ്പം ഒരു പ്രധാന പ്രശ്നം കൂടിയുണ്ട്. ഈ റിസർവുകൾ വിദേശ നിക്ഷേപങ്ങളുടെ സമാഹരിച്ചവയാണെങ്കിൽ ഇന്ത്യക്ക് ലഭിക്കുന്ന പലിശ വളരെ കുറവായിരിക്കും, ഏകദേശം 1.5%. പക്ഷേ നിക്ഷേപകർക്ക് നൽകേണ്ടത് 7 മുതൽ 8% വരെ ആയിരിക്കും. അതായത് വില കൂടിയ കടം വാങ്ങി വില കുറച്ച് വായ്പ നൽകുന്നത് പോലെയാണ്. ഇത് രാജ്യത്തിന് നഷ്ടമുണ്ടാകുന്നൊരവസ്ഥയാണ്. ഇതെല്ലാം ചേർന്നാൽ ഒരു നിഗമനത്തിലെത്താം. സ്വതന്ത്ര വ്യാപാരവും സ്വതന്ത്ര മൂലധന പ്രവാഹവും ഉള്ള ഒരു നിയോ ലിബറൽ സമ്പദ് വ്യവസ്ഥയിൽ കറൻസിയുടെ മൂല്യം ആഗോള നിക്ഷേപകരുടെ മനോഭാവത്തിനനുസരിച്ചാണ് മാറുന്നത്. ഇതിൻ്റെ ബാധ്യത സാധാരണ ജനങ്ങൾക്കാണ്. എന്നാൽ ഈ പ്രതിസന്ധി ഒരു അവസരവുമാണ്. അമേരിക്കയുടെ താരിഫ് നയങ്ങൾ മറ്റ് രാജ്യങ്ങൾക്ക് അവയുടെ സ്വന്തം സംരക്ഷണ നയങ്ങൾ സ്വീകരിക്കാൻ അവസരം നൽകുന്നു. അതുപോലെ അമേരിക്കയുടെ ഉപരോധങ്ങൾ നേരിടുന്ന രാജ്യങ്ങൾ ഒന്നിച്ച് ഒരു പുതിയ വ്യാപാര സംവിധാനം രൂപപ്പെടുത്താം. ഈ സംവിധാനത്തിൻ്റെ പ്രധാന ലക്ഷ്യം ഡോളർ ഒഴിവാക്കുക എന്നതാണ്. രാജ്യങ്ങൾ തമ്മിൽ സ്വന്തം കറൻസികളിൽ വ്യാപാരം നടത്തുക, സ്ഥിരമായ എക്സ്ചേഞ്ച് നിരക്കുകൾ നിശ്ചയിക്കുക, ബാക്കി വരുന്ന തുക പിന്നീട് പരസ്പരം വസ്തുക്കൾ വാങ്ങി തീർക്കുക. ഇതെല്ലാം ഡോളറിനെ ആശ്രയിക്കുന്നത് കുറയ്ക്കും. പക്ഷേ ഇപ്പോഴത്തെ സർക്കാർ സ്വീകരിക്കുന്ന വഴി ഇതിൽ നിന്നും വ്യത്യസ്തമാണ്.
പല രാജ്യങ്ങളുമായി ഫ്രീ ട്രേഡ് കരാറുകൾ ഒപ്പിടുകയാണ്. ഇത് വ്യാപാരം കൂട്ടിയേക്കാം, പക്ഷേ തൊഴിൽ വർദ്ധിപ്പിക്കണമെന്നില്ല, രൂപയുടെ മൂല്യം സ്ഥിരമാകണമെന്നില്ല. ഏറ്റവും പ്രധാനമായി ഇത് ആഗോള ധനമൂലധനത്തിൻ്റെ നിയന്ത്രണം അവസാനിപ്പിക്കുകയുമില്ല. ഇതാണ് നിലവിലെ യാഥാർത്ഥ്യം.